ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നും ഞാനൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതാ കടായി അടുപ്പിൽ വെച്ച് ഉലുവ ഇട്ട് കൊടുത്തേ. ഒരു തേങ്ങ വറുത്തരച്ച കറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഉലുവ ഇട്ട് ശകലം കരിവേപ്പില കൊണ്ടിട്ട്, പിന്നെ കൊച്ചുള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സൂരമീൻ കറിയാണ്, കറിയുടെ റെസിപ്പിയാണ്. പിന്നെ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ഉള്ളി ഒരുവിധം നല്ല മൂത്തേ. തേങ്ങ പൊടിച്ച് വെച്ചതാണ്. തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉള്ളിയും തേങ്ങയും ബാക്കി എല്ലാം നല്ലപോലെ മൂത്ത് നല്ല റെഡിയായി, നല്ല മണം വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക. ശകലം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അങ്ങനെ മസാലപ്പൊടികളും ഉള്ളികളെല്ലാം നല്ലപോലെ മൂത്ത് നല്ല സെറ്റായി. ഇതാ തക്കാളി മിക്സിയിൽ അടിച്ചിട്ടത്. ഇത് നല്ലപോലെ ചട്ടി കിടന്ന് വെന്ത് നല്ല സൂപ്പർ വെന്തായിട്ട് കാണാം. മിക്സിയിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് അടിക്കണം. അപ്പോൾ ആ കറിക്ക് നല്ല നല്ല രുചിയാണ്, നല്ല കൊഴുപ്പുള്ള കറി കിട്ടും. അപ്പോൾ ഗായ്സ്, നമ്മുടെ കറി ഞാൻ മിക്സിയിലടിച്ച് ചട്ടിയിലോട്ട് ഒഴിച്ച് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണേ. ഇതാ കുടംപുളി കഴുകി വൃത്തിയാക്കി വെച്ചാൽ കുടംപുളി ഇട്ട് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് മീനിട്ട് കൊടുക്കാം. ചൂരമീനാണേ, മീനിട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെ മീനിട്ട് കൊടുത്ത് ഇന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ മീനിട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ മുരിങ്ങക്ക ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കറിക്കുള്ളതെല്ലാം ഇട്ട് കൊടുത്ത് കറി ഇപ്പോൾ സെറ്റായി വരും. കറി സെറ്റാവട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മളെ മീനെല്ലാം റെഡിയായി. മീൻ കറിയൊക്കെ ഇവിടെ നല്ല സൂപ്പർ ഹിറ്റ് മീൻ കറിയാണ് കേട്ടോ. പിന്നെ ഒരു ചീരത്തോരനുണ്ടാക്കി. കണ്ടോ, ഒരു ചീരത്തോരനുണ്ടാക്കി. പിന്നെ മീൻ പൊരിച്ചു. ഉച്ചത്തേക്കുള്ള മീനും പൊരിച്ചു. പിന്നെ ചോറ് റെഡിയായി. ചോറ് ഇങ്ങനെ ഊറ്റി വെക്കുന്നത് കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ കണ്ണാപ്പയിൽ ചോറ് ഊറ്റിയിട്ട് അതിൻ്റെ മേലെ കുറേ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി. നാസ്തക്ക് ദോശ ഉണ്ടാക്കി. മീൻ കറിയും കൂട്ടി നമ്മൾ കഴിച്ചതാണ്. ഞാൻ ഇവിടെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ
വിഭവങ്ങൾ ഇതിൽ ഒതുക്കി. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ശരി, അസ്സലാമു അലൈക്കും.